ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വില്ലേജ് ഒന്ന് കറങ്ങിയിട്ട് വരാം. കാണാൻ കുറച്ച് ലാഗുണ്ട്, അത് കുഴപ്പമില്ല. എങ്ങനെയായാലും കളിക്കാം. ഞാൻ കുറച്ച് മുന്നേ ഇതിൽ കയറിയപ്പോൾ ഇവിടെ ഒരു വിച്ചുണ്ട്. ഇതോ അവിടെ ഇരിക്കണം. നമുക്ക് ആ വിച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവന്മാർ സ്വന്തമായിട്ടിരുന്ന് എറിഞ്ഞ് ചാവണം. കൊള്ളാം, അവന്മാർ ചാവണം. പൊട്ടന്മാർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഡോർ നടന്നിട്ട് വീട്ടിൻ്റെ അവൻ്റെ കൂടെ ചാടണം. ലൈഫും പോയി. ഈ വീട് ഞാൻ കുറേ ഒരു മൈൻക്രാഫ്റ്റിൽ 3 ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ്. കഷ്ടപ്പെട്ട് തിരഞ്ഞ് എങ്ങനെയൊക്കെ ഉണ്ടാക്കി പിടിച്ച വീടാണ്. ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ അതും കൂടെ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത് ഞാൻ ഒരു കാര്യം കാണിക്കാനാണ് ഇറങ്ങിയത്. നിങ്ങളെ ഒരു കാര്യം കാണിക്കാം, പക്ഷെ അത് കാണുന്നില്ല. നോക്കട്ടെ ഏത് സൈഡാണെന്ന്. ഇവിടെ കൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അത് പിറക് വഴിയില്ല. വീട്ടിൽ ഫ്രണ്ടിലോട്ടാണ്. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡാ റൈറ്റ് സൈഡാ അങ്ങാണ്ടാണ് ആ സംഭവം. ഞാൻ കാണിച്ചു തരാൻ സംഭവം. പക്ഷെ നിങ്ങൾ അത് കണ്ട് ഞെട്ടരുത്. വില്ലേജിൻ്റെ അടുത്തായിട്ട് അടുത്ത വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും. കണ്ടു, ഒരു വലിയ കൊട്ടാരം. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. കയ്യിൽ 3 സാധനങ്ങളല്ലേ ഉള്ളു. ചത്താനും കുഴപ്പമില്ല, കറിഞ്ഞാവും. അവന്മാരെ ഒരാളെങ്കിലും കൊല്ലാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. അടുത്ത വീഡിയോ ഇതിനെപ്പറ്റി. അവന്മാരെ സാമ്രാജ്യം കീഴടക്കി ഭരിക്കുന്നത്. ഇത് വേണമെന്നുള്ള കമൻറ്റ് ചെയ്യുക. അങ്ങോട്ടൊന്ന് പോയേക്കാം. 4 വശം ആൾക്കാർ നിറഞ്ഞു കിടക്കണം. എങ്ങനെ പോകാനാണ്? വെള്ളത്തിൽ കൂടെ പോവാം. ഒരുത്തം കണ്ട് അവർ ഒരടി കയറും. കിട്ടി. 2 ലൈഫ് പോയി. കയറും ചാവും. അവിടെ കൊക്ക. അയ്യോ, ചത്ത്. റീസ്പോൺ. 3 സാധനങ്ങളിൽ പോയാൽ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ പ്രഷറിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്കായിട്ട്. ഇതിൻ്റെ അകത്ത് ഈ തടി തപ്പ ഇറങ്ങാം. രാത്രി നമുക്ക് ഉറങ്ങാമെങ്കിൽ ഉറങ്ങിയിട്ട് കാണാം. സൂര്യ അസ്തമിച്ചില്ലേ? സൂര്യ അവിടെ കിടക്കാണ്. വിളിച്ചതാ അസ്തമിച്ചത്. രാത്രിയായ ഇരുട്ടി. അപ്പോൾ നാളെ രാവിലെ കാണാം. അപ്പോൾ ഉറങ്ങട്ടെ, ബൈ. രാവിലെ നല്ല സൂപ്പർ രാവിലെ. നമുക്കൊന്ന് പുറത്തിറങ്ങാം. വീടിൻ്റെ ബാക്കി പണി ചെയ്തില്ല അല്ലേ? വീട്ടിൻ്റെ കളിയ തപ്പ ഭയങ്കര ലാഗ്. പൊട്ടിക്കാനൊന്നും പറ്റണില്ല. കൈ വെച്ച് ദേഷ്യം പറഞ്ഞാൽ കൈ വെച്ച് പൊട്ടിക്കുമ്പോഴാണ് ഒരു മടിയാണ്. കൈ വെച്ച് പൊട്ടിക്കും. പക്ഷെ നമ്മുടെ ആക്സ് ഒന്നും ഇല്ല. എല്ലാം അവിടെ കൊണ്ടേ കളഞ്ഞു. അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. എന്തായാലും ജാവ്. നമുക്ക് തടിയും കല്ലും തപ്പാറില്ല. കല്ല് എവിടെ സ്ഥലമില്ല. ഇവിടെ നിന്ന് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങാം. അല്ലേ വേണ്ട. ഇവിടെ ഒരു ഉറങ്ങണമല്ല, ആകാശത്തിരുന്ന് ഉറങ്ങണം. നീ എങ്ങനെ ഉറങ്ങണ്ടടാ? ഇറങ്ങടാ. ഇവിടെ ഉറങ്ങാൻ വന്നിരിക്കും. പിക്കാക്സ് ഉണ്ടാകാം. എന്തായാലും കോഴി ഇന്ന് ശവായി. ആ കോഴി നില്ല.
ചേട്ടൻ്റെ ശവായി തിന്നു. ആ നല്ല 4 കിലോ ഇറച്ചി ഉള്ള കോഴി കൊള്ളാല്ലേ. നമുക്ക് ആദ്യം ഒരു കടി ഉണ്ടാക്കണം. കടിയുടെ സംഭവം എത്ര കിട്ടുമോ 24 ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. വേറെ വഴി കൂടെ വേണ്ട. അയ്യോ ഇവിടെ സ്ഥലം തീർന്നു. പോയിട്ട് തിരിച്ചോളൂ. ഇത് ഇതിൻ്റെ അകത്ത് ഇറങ്ങണ്ടേ? കല്ലില്ലേ ഇവിടെ? ആ കണ്ടു എഴുതിൻ്റെക്കൂടെ കാണാമായിരുന്നു. കുറച്ച് കല്ലെടുത്തിട്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇത് കുറച്ച് പാടാണല്ലോ. ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്. കുറേ നാളിടാത്തതുകൊണ്ട് കുറച്ച് ലോങ് ആക്കി ഇട്ടേന്. ഞാൻ ഇത്രയും ലോങ് ഇട്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇടണത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതുപോലെ 1K സബ്സ്ക്രൈബേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യണം. എത്ര മതിയ വേണ്ട, കുറച്ചുകൂടെ എടുക്കാം. വെള്ളത്തിൽ കയറിയല്ലേ വേണം. വീട് നമ്മുടെ വീടാണ് കുറച്ച് വലുതായിട്ടിരിക്കുന്ന വീട്. കുറച്ച് റിച്ചാണ് നമ്മൾ. അത്രയും പോകാറൊന്നുമല്ല. വില്ലേജിലെ റിച്ച് പേഴ്സൺ. പക്ഷെ വീടിൻ്റെ പണി കഴിഞ്ഞില്ല. ഇനിയുണ്ട് പണി. കയറി പിക്കാക്സ് ഉണ്ടാക്കണോ അതോ തടി വെട്ടാൻ പോകണം? ഒരു ഡൗട്ടുണ്ട്. ഡൗട്ടില്ലാതില്ല. കയറി ആക്സ് ഉണ്ടാക്കിയിട്ട് പോവാം. അതിലെ കുറച്ചുകൂടെ സിമ്പിൾ. സ്റ്റോൺ പിക്കാക്സ് നമുക്ക് നേരെ പോവാം. എവിടേക്ക്? ഈ നാട്ടിലെ തടി മൊത്തം വെട്ടാനായിട്ട്. ശവായി ഗ്രില്ലടിച്ചില്ലേ? പിന്നെ അടി. ഇവിടത്തെ മരമാണ് വെട്ടാൻ. ഈ പ്രദേശത്തുള്ള എല്ലാ മരവും ഞാൻ തന്നെ വെട്ടണത്. വേറെ ആരും മരമില്ലല്ലോ വെട്ടെ. ഞാനല്ലേ ഉള്ളോ വെട്ടെ. വേറെ ഒന്നും ഇവിടെ നിന്ന് എനിക്കൊരു ഇത് കിട്ടി. അയൺ ഇങ്കട്ട്. അയണല്ലല്ലോ, ഗോൾഡ് ഇങ്കട്ട്. അതെന്തിനാണ് എന്തോ ഉപകാരം. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആ സമയം എന്തിനൊക്കെയാണ് എന്തോ. ഞാൻ ആദ്യം കിടന്നുറങ്ങിയ സ്ഥലം ഈ വില്ലേജിൽ വന്നപ്പോൾ ആദ്യം ഇറങ്ങിയ മറ്റേ ചുവന്ന വെട്ടിയിരുന്ന സ്ഥലമാണ്. അതാണ് എൻ്റെ ആദ്യത്തെ വീട്. ഇവിടെ എല്ലാ എണ്ണത്തിനകത്ത് മണി അടിക്കാൻ മണി അടിച്ച് കയറ വീട്ടിൽ കയറ കൊച്ചെടുക്കാം. തണ്ണിമത്തനെടുക്കാം. ഹെൽത്തിലല്ലോ കോഴി കഴിക്കും. ഈ വാട്ടർ മെലൺ ഒന്നുകൂടെ എടുക്കാം. നമുക്ക് വീട്ടിൽ പോകുമ്പോൾ ഒരു പന്നിയ പൊരിച്ച് കഴിക്കാൻ, ഗ്രില്ലടിക്കാൻ.
കെട്ടാനല്ലേ പണി. കുഴപ്പമില്ല, എന്നാലും കുറച്ച് പണിയല്ല. മരം വെട്ടിയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന തടിയൊക്കെ എടുത്ത് നമുക്ക് ഇത് വീട്ടിൻ്റെ മുകളിലത്തെ ഭാഗം അടച്ചു കൂട്ടണം. അത് മിക്കവാറും ഇന്ന് നടക്കില്ല, എല്ലാം കൂടെ കൂട്ടണം. വീട്ടിൽ പോവാം, ഉള്ളതും വെച്ചോണ്ട് പോവാം. പന്നിയെടു ആരാ മോനെ ഇന്ന് ചേട്ടൻ്റെ മന്തിയല്ലേ ഗ്രില്ല്, പന്നി ഗ്രില്ല്. നമുക്ക് പന്നി ഗ്രില്ല് വെച്ചിട്ട് ബാക്കി ചെയ്യാം. ഫർണസ് ഉണ്ടാക്കണ്ടേ, ഗ്രില്ലടിക്കണം. ഫർണസ് ഒരു ഫർണസ് കിട്ടി എല്ലാത്തും കണ്ടിരിക്കണം. അവിടെ വേറെ മാറ്റെടുത്ത് ഗ്രില്ലടിക്കാനുള്ളത് കിട്ടി. ഫ്യൂവലായിട്ട് 2 കമ്പെടുത്ത് വയ്ക്കാം. കോട്ടകൊല്ലി ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് ട്രഷറി കൊണ്ട് വെച്ചാലും എന്നൊരാലോചനയുണ്ട്. എടുത്ത് വെച്ച ആവശ്യമില്ലാത്ത തടി ആവശ്യമില്ലാത്തടത്തൊക്കെ ഉണ്ടാക്കാൻ ആർക്ക് വേണമെങ്കിൽ സ്റ്റോണും കൂടെ വയ്ക്കാം. തത്വമായാൽ അഥവാ എല്ലാം പോവില്ല, നമുക്ക് തടിയുണ്ടാക്കാം. എവിടെയെങ്കിലും മിക്കവാറും ഒരു സ്റ്റാക്ക് കിട്ടുമായി, അല്ല ഒരു സ്റ്റാക്കും 4 പീസ് കിട്ടും. ദിസ് ഇസ് മാത്തമാറ്റിക്സ് സയൻസ്. ലാഗാറിന് നേരം ഒന്നും വരണ്ടല്ലേ, വന്നു പറഞ്ഞില്ലേ. പന്നി ഫ്രൈ ആയ ഇത് വെച്ചിട്ട് വന്നു. ഈ വീഡിയോ കുറച്ച് ലോങ്ങാണ്, പക്ഷെ ഇനി ഇപ്പം ഇത് അവസാനിക്കും. വലിയ വീട് വെച്ച ഇതാണ് പണി. ഇത്രയും വയ്ക്കാണ്. സ്റ്റെപ്പിൻ്റെ മൂട്ടി വെച്ച തല കയറേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. അത്രയൊക്കെ മതി. തീർന്നു, രാത്രിയായില്ലേ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് പന്നി ഇറച്ചി കഴിച്ചില്ലേ, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്, നല്ല പന്നി ഇറച്ചി. ഇതെന്തിനു വെറുതെ ഇരിക്കണം, ഇത് വയ്ക്കാൻ. രാത്രി കഴിഞ്ഞോറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.